അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വെച്ചത് എന്താണ്? അമേരിക്കൻ വിപ്ലവത്തിൻ്റെ ഫലങ്ങൾ. ഓക്കെ, പിൽക്കാല വിപ്ലവങ്ങളെ എങ്ങനെയാണ് അമേരിക്കൻ വിപ്ലവം സ്വാധീനിച്ചത് എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വെച്ചത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്താണ്? ഫ്രഞ്ച് വിപ്ലവം. മക്കളെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രഞ്ച് വിപ്ലവം ഇമ്പോർട്ടൻ്റ് ആണ്. വിപ്ലവങ്ങളുടെ മാതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന വിപ്ലവമാണ് ഏത്? ഫ്രഞ്ച് വിപ്ലവം എന്നുള്ള കാര്യം നമുക്ക് അറിയാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? മെല്ലെ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവം എന്ന് പറയുമ്പോൾ അത് ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫ്രാൻസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലേ? പറയേണ്ട ആവശ്യമില്ലല്ലോ, ഫ്രാൻസ്. ഓക്കെ അല്ലേ? ഇനി ഫ്രാൻസിലെ രാജവംശമാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ബൂർബൻ രാജവംശം. ഓക്കെ, ബൂർബൻ നമുക്ക് ആവശ്യമുണ്ട്. ബൂർബൻ രാജവംശം. ഓക്കെ, ഇനി ഈ ബൂർബൻ രാജവംശത്തിലെ രാജാക്കന്മാർ പൊതുവിൽ അറിയപ്പെടുന്നതാണ് ലൂയി. എന്താണ്? ലൂയി. ലൂയി 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 ഓക്കെ അല്ലേ? അപ്പം നമുക്കിവിടെ പഠിക്കാനുള്ള ലൂയി രാജാക്കന്മാർ, ഒന്നാമത്തേത് ലൂയി 14, രണ്ടാമൻ ലൂയി 15, മൂന്നാമതായിട്ട് ലൂയി 16. ഓക്കെ, ഇവരാണ് ഇമ്പോർട്ടൻറ്റ്. ലൂയി 16 ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ 14, 15 ഇമ്പോർട്ടൻ്റ് ആണോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇമ്പോർട്ടൻ്റ് ആണ്. 1 മാർക്കിന് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ അല്ലേ? വൺ വേർഡ് ക്വസ്റ്റൻ ആയിട്ട് എന്ത് ചെയ്യാം? 14 15 ചോദിക്കാം. അപ്പം ഇവിടെ നോക്കിയേ, ഞാനാണ് രാഷ്ട്രം എന്ന് അഭിപ്രായപ്പെട്ടതാരാ? ലൂയി 14. ഓക്കെ അല്ലേ? ലൂയി 14 എന്ത് പറഞ്ഞിട്ടുള്ളത്? ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞിട്ടുള്ളത്. രാജാവിൻ്റെ അധികാരങ്ങളെല്ലാം ദൈവം നൽകിയതാണ്. അതിനാൽ രാജാവിനെ ചോദ്യം ചെയ്യാൻ ദൈവത്തിന് മാത്രമേ അവകാശമുള്ളൂ. ഇവരുടെ വിശ്വാസപ്രകാരം അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരാളാണ് ആര്? ദൈവം എന്ന് പറയുന്ന കക്ഷി. ഓക്കെ അല്ലേ? ഈ ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണ് ആര്? രാജാവ് എന്ന് പറയുന്ന ആൾ. എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിൻ്റെ ഡ്യൂട്ടി ഭൂമിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ദൈവം ഭൂമിയിലേക്ക് അയച്ച ദൈവത്തിൻ്റെ പ്രതിനിധിയാണ് ആര്? രാജാവ് എന്ന് പറയുന്ന ആൾ. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ രാജാവിൻ്റെ അധികാരമൊക്കെ ആര് കൊടുത്തതാണ്? അത് ദൈവം കൊടുത്തതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ജനങ്ങൾ എന്ത് ചെയ്യണ്ട? എന്നെ അങ്ങ് ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല അല്ലേ? നിങ്ങളെ ഭരിക്കാൻ വേണ്ടി ഞാൻ എന്തിട്ടുള്ളത്? ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. എന്നെ ചോദ്യം ചെയ്യാൻ ആർക്ക് മാത്രമേ അവകാശമുള്ളൂ? അത് ദൈവത്തിന് മാത്രമേ അവകാശമുള്ളൂ. ഇതാണ് ദൈവദത്ത സിദ്ധാന്തം എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നത്. നമുക്ക് പിന്നീട് എന്താണ് വരും ക്ലാസ്സുകൾ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ പറയാം. ഓക്കെ അല്ലേ? പഠിക്കാനുണ്ട്. ഡിവൈൻ റൈറ്റ് തിയറി നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? സാധനം പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആ സമയത്ത് ഒന്നുകൂടി ഇത് പറയാം. ഓക്കെ, അപ്പോൾ ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ആരാണ്? ലൂയി 14. ഓക്കെ അല്ലേ? അടുത്തത് എനിക്ക് ശേഷം പ്രളയം പറഞ്ഞതാരാ? ലൂയി 15. ഓക്കെ, ലൂയി 15. മൂന്നാമത് ഇവിടെ ഒരാളെ കണ്ടുവാ. ആരാണ്? മേരി അൻറ്റോയിനൻ്റ്. ആരാ മേരി അൻറ്റോയിനൻ്റ്? നമ്മളിവിടെ നേരത്തെ പറഞ്ഞില്ലേ, ലൂയി 16. ഇവൻ്റെ ഭാര്യയാണ് ആര്? മേരി അൻറ്റോയിനൻ്റ്. ഓക്കെ അല്ലേ? അവരെന്താ പറഞ്ഞിട്ടുള്ളത്? നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ, കേക്ക് തിന്നൂടെ അല്ലേ? അവർ പറഞ്ഞതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് മക്കളെ. എന്താണെന്നറിയോ? ഫ്രാൻസിൻ്റെ അതെന്താണ് എന്നറിയണമെങ്കിൽ ഫ്രാൻസിൻ്റെ അവസ്ഥ എന്താണെന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കി വെക്കണം. ഇവർ ഈ പറഞ്ഞില്ല, നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ, കേക്ക് തിന്നൂടെ എന്നുള്ള കാര്യം. എടാ, ഫ്രാൻസിലുള്ള ജനങ്ങൾക്ക് റൊട്ടി വാങ്ങാനുള്ള അല്ലെങ്കിൽ ഭക്ഷണം വാങ്ങാനുള്ള എന്താണ് ആസ്തി പോലും ആയിരിക്കില്ല ഫ്രാൻസിലെ ജനങ്ങൾക്കില്ല. പിന്നെ എങ്ങനെ കേക്ക് വാങ്ങുക? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതാ ഇവിടെ തൊട്ട് താഴെ ഞാൻ കാണിച്ചിട്ടുണ്ട്. എന്താണ്? ഫ്രാൻസിൽ 10ൽ 9 പേരും പട്ടിണി കൊണ്ട് മരിക്കുമ്പോൾ 10ാമത്തെ ആൾ ദഹനക്കേട് ബാധിച്ചിട്ടാണ് മരിക്കുന്നത്. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയേ. ഈ സ്ത്രീ പറയുന്നത് പോലെ നിങ്ങളുടെ ഒരു ഫ്രണ്ട്, നിങ്ങൾ മുഴുപട്ടിനാന്ന് വിചാരിക്കുക, 2 ദിവസമായി നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട്. അങ്ങനെയുള്ള ഒരു സമയത്ത് നിങ്ങളുടെ സുഹൃത്ത് അല്ലെങ്കിൽ അയൽവാസി വന്നിട്ട് പറയാണ്, എടാ നിനക്ക് കുടിക്കാൻ കഞ്ഞിയില്ലെങ്കിലൊന്നും നിനക്ക് ഒരു ബിരിയാണി വാങ്ങി തന്നൂടെ എന്ന് പറഞ്ഞാൽ നമ്മൾ അവനെ എങ്ങനെ ട്രീറ്റ് ചെയ്യും? നമ്മൾ അവനെ നൈസായിട്ട് ചുമരിലിങ്ങനെ പറ്റിക്കൂലേ? ഒട്ടിച്ചങ്ങ് വെക്കും അല്ലേ? ആ ദേഷ്യം കൊണ്ട്. ഇവിടെ എന്താ അവസ്ഥ? ഫ്രാൻസിലെ ജനങ്ങൾക്ക് റിയാക്ട് ചെയ്യാൻ വേണ്ടി പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഇവർക്ക് എന്തും പറയാം അല്ലേ? അവരുടെ ആ ഒരു ഗതികേടിനെ ഇവർക്ക് എങ്ങനെ വേണമെങ്കിലും കളിയാക്കാം. അതാണ് ഇവിടെ നടന്നത്. നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ, നിങ്ങൾക്ക് കേക്ക് തിന്നൂടെ പറഞ്ഞതാര്? മേരി അൻറ്റോയിനൻ്റ്. ഓക്കെ അല്ലേ? ഇപ്പോൾ ഫ്രാൻസിൻ്റെ ഒരു അവസ്ഥ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി ഫ്രഞ്ച് സമൂഹം എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഫ്രഞ്ച് സമൂഹത്തിന് നമുക്ക് 3 തട്ടുകളായിട്ട് തിരിക്കാൻ വേണ്ടി പറ്റും. ഈ 3 തട്ടുകൾ എസ്റ്റേറ്റുകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എന്താണ്? എസ്റ്റേറ്റ്. ഓക്കെ അല്ലേ? എസ്റ്റേറ്റുകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 1ാമത്തെ എസ്റ്റേറ്റ്, 2ാമത്തെ എസ്റ്റേറ്റ്, 3ാമത്തെ എസ്റ്റേറ്റ്. 3 എസ്റ്റേറ്റുകളുണ്ട്. അതിൽ 1ാമത്തെ എസ്റ്റേറ്റിൽ പെടുന്ന ആൾക്കാരാണ് ആര്? പുരോഹിതന്മാർ. ആരാണ്?
പുരോഹിതന്മാർ. ഓക്കെ, രണ്ടാമത്തെ എസ്റ്റിൽ പെടുന്ന ആൾക്കാരാണ് ആര്? പ്രഭുക്കന്മാർ. ഓക്കെ, മൂന്നാമത്തെ എസ്റ്റിൽ പെടുന്ന ആൾക്കാരാണ് ആര്? സാധാരണക്കാർ. സാധാരണക്കാരെന്ന് പറയുമ്പോൾ അതിൽ മധ്യവർഗവും പെടും, മധ്യവർഗവും അല്ലേ പെടും, അതേപോലെ തന്നെ കർഷകരും പെടും. ഓക്കെ അല്ലേ? മധ്യവർഗം എന്ന് പറഞ്ഞാൽ കയ്യിൽ പൈസയുണ്ട് പക്ഷെ പദവിയില്ലാത്ത, പവർ ഇല്ലാത്ത ആൾക്കാരാണ് ആര്? മധ്യവർഗം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പം നോക്കിയേ, ഒന്നാമത്തെ എസ്റ്റേറ്റിൽ ആരാളുള്ളത്? പുരോഹിതന്മാരാണെന്നുള്ളത് അല്ലേ? പള്ളിയും ദൈവവും ഒക്കെ ആയിട്ട് അടുത്ത് നിൽക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുക? പുരോഹിതന്മാരെന്ന് പറയാം. അപ്പോൾ പുരോഹിതന്മാർ. ഓക്കെ, അപ്പോൾ അവരുടെ ഫീച്ചേഴ്സ് ഒന്ന് നോക്കിയേ. ധാരാളം ഭൂമി കൈവശം വെച്ച ആൾക്കാരാണ് ആര്? പുരോഹിതന്മാർ. ഒരുപാട് ഭൂമി ഇവരുടെ കയ്യിൽ ഉണ്ട്. പിന്നെയോ കർഷകരിൽ നിന്നും തിഥേ എന്ന പേരിലുള്ള നികുതി പിരിച്ച ആൾക്കാരാണ് ആര്? പുരോഹിതന്മാർ. ഇമ്പോർട്ടൻ്റ് ആണ്, ഇമ്പോർട്ടൻ്റ്, ചോദിക്കാം വൺ വേർഡ് ക്വസ്റ്റ്യൻ. തിഥേ എന്ന നികുതി പിരിക്കുന്നത് ആര്? ആരാ പിരിക്കുന്നത്? പുരോഹിതന്മാർ. ആരിൽ നിന്നുമാണ് പിരിക്കുന്നത്? അത് കർഷകരിൽ നിന്നുമാണ് പിരിക്കുന്നത്. ഓക്കെ അല്ലേ? അടുത്തത്, എല്ലാത്തരം നികുതികളിൽ നിന്നും ഒഴിവാക്കപ്പെട്ട ആൾക്കാരായിരുന്നു ആര്? പുരോഹിതന്മാർ. എന്ന് പറഞ്ഞാൽ ഇവർ ആർക്കും എന്ത് ചെയ്യേണ്ട? ടാക്സ് അങ്ങോട്ടേ കൊടുക്കേണ്ട ആവശ്യമില്ല. പ്രഭുക്കന്മാർക്കോ അതേപോലെ തന്നെ എന്താണ് രാജാക്കന്മാർക്കോ നികുതി കൊടുക്കേണ്ടതില്ല. എല്ലാത്തരം നികുതികളിൽ നിന്നും ഒഴിവാക്കപ്പെട്ട ആൾക്കാരായിരുന്നു ആര്? പുരോഹിതന്മാർ. അടുത്തതോ, ഭരണത്തിലും സൈന്യത്തിലുമൊക്കെ ഉയർന്ന പദവികൾ നിയന്ത്രിച്ച ആൾക്കാരാണ് ആര്? പുരോഹിതന്മാർ. ഓക്കെ, അപ്പോൾ ഏകദേശം കിട്ടിയില്ലേ? ഇതിൽ ഇമ്പോർട്ടൻ്റ് ഏതാണ്? തിഥേ എന്ന നികുതി പിരിച്ചത് ആര്? പുരോഹിതന്മാർ. ഓക്കെ അല്ലേ? ധാരാളം ഭൂമി കൈവശം വെച്ചിട്ടുണ്ട്, എല്ലാത്തരം നീതികളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്നു, ഭരണത്തിലും സൈന്യത്തിലും ഉയർന്ന പദവികൾ വഹിച്ച ആൾക്കാരാണ്. ഓക്കെ, അടുത്തത് പുരോഹിതന്മാർ കഴിഞ്ഞാൽ പിന്നെ ആരാളുള്ളത്? രണ്ടാമത്തെ എസ്റ്റേറ്റിൽ പ്രഭുക്കന്മാരാണ്. ഓക്കെ, ഇവിടെ പറഞ്ഞ പല കാര്യങ്ങളും ഇവിടെയും ആവർത്തിക്കുന്നുണ്ട്. ഉദാഹരണം, വിശാലമായ ഭൂപ്രദേശം വെച്ച ആൾക്കാരല്ലേ, കൈവശം വെച്ച ആൾക്കാരല്ലേ പുരോഹിതന്മാർ. അതേപോലെ തന്നെ പ്രഭുക്കന്മാരും വിശാലമായുള്ള ഭൂപ്രദേശം കൈവശം വെച്ചിട്ടുണ്ട്. പിന്നെയോ നികുതികളിൽ നിന്നും ഒഴിവാക്കപ്പെട്ട ആൾക്കാരാണ് അല്ലേ? പിന്നെയോ അതേപോലെ തന്നെ കർഷകരിൽ നിന്നും പലതരം നികുതികൾ പിരിക്കുന്ന ആൾക്കാരാണ്. ഏഡ് ചെയ്യേണ്ട മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, സൈനിക സേവനം നടത്തിയ ആൾക്കാരാണ് ആര്? പ്രഭുക്കന്മാർ. വേതനം നൽകാതെ കർഷകരെ കൊണ്ട് പണിയെടുപ്പിച്ച ആൾക്കാരാണ് ആര്? പ്രഭുക്കന്മാർ. ആഡംബര ജീവിതം നയിച്ച ആൾക്കാരാണ് ആര്? പ്രഭുക്കന്മാർ. ഓക്കെ അല്ലേ? അപ്പോൾ ഈ രണ്ട് എസ്റ്റേറ്റുകളാണ് ഏറ്റവും കൂടുതൽ ലാവിഷായിട്ട് ജീവിതം മുമ്പോട്ടേക്ക് നയിച്ചു കൊണ്ടുപോകുന്ന ആൾക്കാർ അല്ലേ? ആ 10 ഒരാളുണ്ടല്ലോ, അതാരാണ്? ഈ രണ്ട് എസ്റ്റേറ്റിൽ പെടുന്ന ആൾക്കാരാണ്. ക്ലിയർ അല്ലേ? ഇനി മൂന്നാമത്തെ എസ്റ്റേറ്റ് ആരാ? മൂന്നാമത്തെ എസ്റ്റേറ്റ് ഉള്ളത് നമുക്കറിയാം അല്ലേ? മധ്യവർഗവും അതേപോലെ തന്നെ കർഷകരും അല്ലേ? കർഷകരാണ് ഏറ്റവും എണ്ണത്തിൽ കൂടുതലുള്ള ആൾക്കാർ എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ നോക്കിയേ, മൂന്നാം എസ്റ്റേറ്റുകാർ മധ്യവർഗം എന്നറിയപ്പെടുന്ന വിഭാഗം ആൾക്കാർ, കച്ചവടക്കാർ, എഴുത്തുകാർ, അഭിഭാഷകർ, ഉദ്യോഗസ്ഥന്മാർ, ബാങ്കർമാർ അല്ലേ, അധ്യാപകർ, ഇവരൊക്കെയാണ് മധ്യവർഗത്തിൽപ്പെടുന്ന ആൾക്കാർ. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ആരാളുള്ളത്? കർഷകർ, കൈത്തൊഴിലുകാർ. ഓക്കെ അല്ലേ? ഇനി ഇവരുടെ പ്രധാനപ്പെട്ടിട്ടുള്ള ഫീച്ചേഴ്സ് നോക്കിയേ. ഭരണത്തിൽ അവകാശമുണ്ടോ? ഭരണത്തിൽ യാതൊരു അവകാശവും ഇല്ല. പിന്നെയോ തൈലേ എന്ന പേരുള്ള ഭൂനികുതി കൊടുക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞത് തിഥേ അല്ലേ? ആരാ കൊടുക്കേണ്ടത്? കർഷകർ. തൈലേ ആരാ കൊടുക്കേണ്ടത്? കർഷകർ അല്ലേ? തൈലേ എന്ന് പറഞ്ഞ നികുതി ആർക്കാ കൊടുക്കേണ്ടത്? അത് ഗവൺമെൻറ്റിലേക്ക് കൊടുക്കേണ്ട നികുതി കേട്ടോ. ഗവൺമെൻറ് സർക്കാരിലേക്ക് കൊടുക്കേണ്ട നികുതിയാണെന്ന് തൈലേ. തിഥേ എന്ന നികുതി ആർക്കാ കൊടുക്കേണ്ടത്? അത് പുരോഹിതന്മാർക്കാണ് കൊടുക്കേണ്ടത്. ഓക്കെ അല്ലേ? അടുത്തത്, താഴ്ന്ന സാമൂഹിക പദവിയുള്ള ആൾക്കാരായിരുന്നു ആര്? മൂന്നാം എസ്റ്റേറ്റുകാർ. പിന്നെയോ പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും നികുതി നൽകേണ്ടുന്ന ആൾക്കാരാണ് ആര്? മൂന്നാം എസ്റ്റേറ്റുകാർ. ചുരുക്കി പറഞ്ഞാൽ ആഡംബരത്തിൻ്റെ അങ്ങേയറ്റം കണ്ട ആൾക്കാരാണ് ആര്? ഒന്നാമത്തെയും രണ്ടാമത്തെയും എസ്റ്റേറ്റുകാർ അല്ലേ? എന്നാലോ ദാരിദ്ര്യത്തിൻ്റെ അങ്ങേയറ്റം കണ്ട ആൾക്കാരാണ് ആര്? മൂന്നാം എസ്റ്റേറ്റുകാർ. ഓക്കെ അല്ലേ? ഈ രണ്ട് കൂട്ടരും ഒന്നാണ്. മൂന്നാം എസ്റ്റേറ്റുകാർ എന്താണ്? ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു വിഭാഗം ആൾക്കാരായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ അല്ലേ? ഇങ്ങനെയുള്ള ഒരു അവസരത്തിലാണ് ഫ്രാൻസിൽ അല്ലേ ചില ചിന്തകന്മാരും ഒക്കെ എന്ത് ചെയ്യുന്നത്? കടന്ന് വരുന്നത്. അവർ ആരൊക്കെയാണെന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് നോക്കാം. ആരൊക്കെയാണെന്ന് മക്കളെ? അത് 3 ആൾക്കാരുടെ പേര് നിങ്ങൾക്ക് അവിടെ കാണപ്പെടുന്നുണ്ട് അല്ലേ? ആരൊക്കെയാണ്? 1 വോൾട്ടയർ, 2 റൂസോ, 3 മൊണ്ടസ്ക്യൂ. ഈ പേര് പറയുമ്പോൾ എന്താണെന്ന് ഒരുപക്ഷെ പല കുട്ടികളും ഞാൻ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ ചിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. ആ പേര് കാണുമ്പോഴാണെന്ന് തോന്നുന്നു അല്ലേ? വോൾട്ടയർ, റൂസോ, മൊണ്ടസ്ക്യൂ. മൊണ്ടസ്ക്യൂ എന്ന് പറയുമ്പോൾ എന്താണെന്ന് ചിരി കുറച്ച് കൂടും അല്ലേ? നമ്മൾ ഇത് കേൾക്കാതെ വെറൈറ്റി പേരല്ലേ? അതുകൊണ്ട് വോൾട്ടയർ അല്ലേ? എന്താണ് വോൾട്ടയർ പറഞ്ഞ കാര്യം? പുരോഹിതന്മാരുടെ ചൂഷണത്തിനെ പരിഹസിച്ച വ്യക്തിയാണ് ആര്?
വോൾട്ടയർ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഒന്നാം എസ്റ്റേറ്റുകാരല്ലേ പുരോഹിതന്മാർ, അല്ലേ? രാജാക്കന്മാരെ ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്ത ആൾക്കാരാണ് ആര്? പുരോഹിതന്മാർ. അപ്പം അങ്ങനെയുള്ള അവരുടെ ചൂഷണത്തിന്, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു പുരോഹിതൻ വന്നിട്ട് രാജാവിനോട് പറയുന്നത്, രാജാവേ നിങ്ങൾ ഇപ്പം എത്ര സമയമായി? ഉച്ച 2 മണി അല്ല, ഇപ്പോൾ ഉച്ച 2 മണിയല്ല, രാത്രി 12 മണിയാണ് എന്ന് പറഞ്ഞ രാജാവ് എന്ത് ചെയ്യും? അത് വിശ്വസിക്കും. അപ്പോൾ ആ രീതിയിലൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ആര്? പുരോഹിതന്മാർ. അപ്പോൾ അങ്ങനെയുള്ള പുരോഹിതന്മാരുടെ ചൂഷണത്തിന് ഏറ്റവും കൂടുതൽ വിമർശിച്ച ആളാണ് ആര്? വോൾട്ടയർ. ഓക്കെ, പിന്നെയോ യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം എന്നിവയെ പ്രോത്സാഹിപ്പിച്ചു ആര്? വോൾട്ടയർ. ഓക്കെ അല്ലേ? അടുത്തത് റൂസോ, അല്ലേ? എന്താണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്? സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിൽ ബന്ധിതനാണ് എന്ന് പറഞ്ഞതാരാ? റൂസോയാണ്. ഓക്കെ അല്ലേ? സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ എല്ലായ്പ്പോഴും ചങ്ങലകളാൽ ബന്ധിതനാണ് എന്ന് പറഞ്ഞതാരാണ്? റൂസോ. പിന്നെയോ ജനങ്ങളാണ് പരമാധികാരി എന്ന് പ്രഖ്യാപിച്ചു ആര്? റൂസോ. ഓക്കെ, ഇനി അടുത്തത് മൊണ്ടസ്ക്യൂ. ആരാണ്? മൊണ്ടസ്ക്യൂ. ജനാധിപത്യത്തിനെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ച വ്യക്തിയാണ് ആര്? മൊണ്ടസ്ക്യൂ. അതേപോലെ തന്നെ ഗവൺമെൻറ്റിനെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ വിഭാഗങ്ങളായി തിരിക്കണമെന്ന് വാദിച്ച ആളാണ് ആര്? മൊണ്ടസ്ക്യൂ. മക്കളെ ഇത് എന്ത് ചെയ്യണം? ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കണം. ഓക്കെ അല്ലേ? അതായത് ഫ്രാൻസിലെ ചിന്തകന്മാർ ആരൊക്കെ, അവരുടെ എന്താണ് അവർ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക? നല്ല വൃത്തിക്കൊന്ന് പഠിച്ചു വെക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ഫ്രാൻസിനെ കുറിച്ച് നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഓർമ്മയില്ലേ? ഫ്രാൻസ് ഭരിക്കുന്ന ആരാണ്? ബൂർബൻ രാജാക്കന്മാർ എന്ത് പേരിൽ അറിയപ്പെടുന്നു? ലൂയി 14 എന്ത് പറഞ്ഞു? ഞാനാണ് രാഷ്ട്രം, എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞ ആരാ? ലൂയി 15. നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ കേക്ക് എന്നൂടെ പറഞ്ഞതാരാ? മേരി അന്റോയിനൻ്റ്. ഫ്രഞ്ച് സമൂഹത്തിനെ 3 തട്ടുകളായിട്ട് മാറ്റാം, അതെന്ത് പേരിൽ അറിയപ്പെടുന്നു? എസ്റ്റേറ്റ്. ഒന്നാമത്തെ എസ്റ്റേറ്റിലാര്? പുരോഹിതന്മാർ. രണ്ടാം എസ്റ്റേറ്റിലാര്? പ്രഭുക്കന്മാർ. മൂന്നാം എസ്റ്റേറ്റിലാര്? മധ്യവർഗവും സാധാരണക്കാരും. തീതേ എന്ന നികുതി പിരിക്കുന്നത് ആര്? പുരോഹിതന്മാർ. തൈലേ എന്ന നികുതി കൊടുക്കേണ്ടത് ആര്? കർഷകർ. ആർക്ക്? ഗവൺമെൻറ്റിലേക്ക്. ഓക്കെ അല്ലേ? ഈ 3 എസ്റ്റേറ്റിലും ഏറ്റവും കൂടുതൽ ആഡംബര ജീവിതം നയിക്കുന്ന ആൾക്കാരാണ്? ഒന്നാമത്തെയും രണ്ടാമത്തെയും എസ്റ്റേറ്റിലുള്ള ആൾക്കാർ. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്ര പോരെ കാര്യമാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ആശയങ്ങൾ അല്ലേ, ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്ര പോരെ കാര്യം നമ്മൾ എന്ത് ചെയ്യുക? പഠിക്കുക. നല്ല വൃത്തിക്ക് എന്ത് ചെയ്യുക? പഠിക്കുക. ഇനി അടുത്ത ക്ലാസ് നമുക്ക് പറയാനുള്ളത് എന്താണ്? ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. കുറച്ച് ഒരു കൺഫ്യൂഷൻ ആവുന്ന ചെറിയൊരു ടോപ്പിക്കാണ്. ഓക്കെ, അത് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം എന്തായാലും. ഓക്കെ, അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ എന്ത് ചെയ്യുക? അതൊന്ന് മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ് നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും കാണാം. താങ്ക് യു.